അൽഹംദുലില്ലാ ഒരുപാട് നാളത്തെ ഒരു വെക്കേഷന് ശേഷം നമ്മുടെ ക്ലാസ് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനല്ലേ? Recording in progress. വോയിസ് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ ലാപ്പിൽ നിന്ന് കണക്ഷൻ പോകുന്നതുകൊണ്ട് മൊബൈലിലും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇൻഷാ അള്ളാ. എന്തൊക്കെയാണ് പെരുന്നാളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ്, അതുപോലെ കുട്ടികളുടെ ഒരു ലോങ് ലീവും കഴിഞ്ഞ് എല്ലാവരും നല്ല തിരക്കിലായിരിക്കുമല്ലോ അല്ലേ? അൽഹംദുലില്ലാ. മാഷാ അള്ളാ, നമ്മുടെ പൈലറ്റ് മിസ്റ്റി ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങോട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ അൽഹംദുലില്ലാ, ഇന്നിപ്പോ കുട്ടികളെല്ലാവരും കൂടി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പോവാണ്. അതേപോലെ നമ്മളും കുറച്ച് ദിവസത്തിന്റെ ശേഷം വീണ്ടും പുതുതായി ഇവിടെ വന്നിരിക്കുകയാണ് അല്ലെ? അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ, ഓരോ ഇയർ നമ്മുടെ മക്കള് പുതിയ പുതിയ വർഷങ്ങളിലേക്ക് മാറും തോറും, വലിയ പുതിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്നതോറും നമ്മുടെ മക്കളുടെ പുതിയ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഉമ്മ എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമുക്കും ഒരുപാട് ഉത്കണ്ഠ, നമ്മുടെ മക്കൾ ഈ ഒരു വർഷത്തിൽ എങ്ങനെയായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ചിലപ്പം ഒരു 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടിയാണെങ്കിലോ 9th പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തായാലും കൂടുതൽ ഒരു ആകാംക്ഷയായിരിക്കും അല്ലെ നമ്മൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കാം എന്നുള്ളൊക്കെ രീതിയിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷാ അള്ളാ ചെറിയ രീതിയിൽ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്ത് നാം എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ നമുക്ക് ചർച്ച കൊണ്ടുപോകും. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളിപ്പോ ഒരു ലോങ് ലീവ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു എക്സൈറ്റ്മെന്റിലായിരിക്കും. പുതിയ കൂട്ടുകാര്, പുതിയ ബാഗുകള്, പുതിയ പുസ്തകങ്ങള്, പുതിയ ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാം പുതിയത് എന്നുള്ള രീതിയിൽ അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മുടെ മക്കള് അത്രയും കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ക്ലാസ്സിലേക്ക് പോയി തിരിച്ചു വരുമ്പോ ഇനി നമ്മുടെ ഒരു കുട്ടിയെ നമ്മൾ ആദ്യമായിട്ട് ഒരു KG-യിലോ അതല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ ചേർത്തിയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരു മെന്റാലിറ്റി, കാരണം നമ്മുടെ കുട്ടി ആദ്യമായിട്ട് നമ്മളിൽ നിന്ന് വിട്ട് പിരിഞ്ഞ് ആദ്യമായിട്ട് ആ മക്കള് അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ ജീവിതത്തിലേക്ക് പോയി അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ആ പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകമായിട്ടൊന്ന് കെയർ ചെയ്യും. ശരിയല്ലേ? നമ്മൾ ഒരു KG-യിൽ പഠിക്കുന്ന മക്കളാണെങ്കിലോ അതല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണോ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മക്കളെ ചേർത്തിയതാണെങ്കിൽ അവർ പോകുന്നതും പോയി തിരിച്ചു വരുന്നതും ആ ഒരു ടൈമിൽ നമ്മൾ പ്രത്യേകമായിട്ട് അവർ നോട്ട് ചെയ്യാറില്ലേ? അവർക്ക് പ്രത്യേകമായിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ പ്രത്യേക ഫോക്കസ് കൊടുക്കാറില്ലേ അവർക്ക് നമ്മള്? യെസ്. എന്നാലോ കുട്ടി മെല്ലെ മെല്ലെ വളർന്നു വരുന്ന സമയത്ത്, കുട്ടികൾ വളർന്ന് അല്പം മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് അവർ സ്കൂളിൽ തുറക്കുന്നോ സ്കൂളിൽ പോയി വരുന്നുള്ളോ ആ ഒരു ടൈമിൽ നമ്മൾ അവർക്കൊരു സ്പെഷ്യൽ ആയിട്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ടൈം കൊടുക്കുന്നത് നേരത്തെ കൊടുത്തതുപോലെ KG-യിലോ അതല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ പോകുമ്പോൾ കൊടുത്ത അതേപോലെ നമ്മൾ കൊടുക്കാൻ ചാൻസ് കുറവായിരിക്കും. മിസ് ഓർണോ? യെസ്. കൊടുക്കും, ഇവിടെ പക്ഷെ നമ്മുടെ ഉണ്ടാവില്ല. അതെ, അത്ര തന്നെ നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മക്കള് എത്ര വലുതായാലും ചെറുതായാലും അവർ നമ്മളുടെ അറ്റൻഷനെ അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ശ്രദ്ധയെ അവർ അത്രയും ആഗ്രഹിച്ച് ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും നമ്മളെ പതിയെ എന്താവുകയാണ്, മക്കളിൽ നിന്ന് നമ്മൾ അല്പം ഒന്ന് അകന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താണ്.
അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് മക്കൾക്ക് മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തി അവർക്ക് അവരുടെ പഠന വിഷയങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട് എന്താണ് KG-യിലും ചിലപ്പോൾ ഒരു 4th സ്റ്റാൻഡേർഡ് വരെ എല്ലാ സബ്ജക്റ്റിലും ഹൈ മാർക്ക് വാങ്ങിയ ഫുൾ മാർക്ക് വാങ്ങിയ മക്കളാണെങ്കിൽ പോലും പിന്നീട് ഒരു 4th കഴിഞ്ഞതിന് ശേഷം മെല്ലെ മെല്ലെ മക്കളുടെ പഠനം നിലവാരം പുറകിലോട്ടേക്ക് വരുന്നതായിട്ട്. അപ്പൊ കുഞ്ഞുനാളില് അവർക്ക് നല്ല മാർക്ക് ഫുൾ മാർക്കോ അതല്ലെങ്കിൽ അതിനോട് അടുത്ത മാർക്കോ ഉണ്ടായിട്ട് പോലും പിന്നീട് അവർ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ മാർക്ക് മെല്ലെ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അപ്പോഴൊക്കെ നമ്മൾക്ക് തോന്നുന്ന ഒരു കാഴ്ചപ്പാട് എന്താണ്? അവർക്ക് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അത്രയും സിമ്പിൾ ആയിരുന്നു പഠിക്കാനായിട്ട്. എന്നാൽ മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത്രയും ടഫ് ആയിരിക്കുന്ന ഹെവി ആയിരിക്കുന്ന പാഠഭാഗങ്ങൾ അവർക്ക് പഠിച്ചെടുക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നത് എന്ന്. അതല്ലെങ്കിൽ അവരിപ്പോ കളിയിലാണ് അവരുടെ കൂടുതൽ ശ്രദ്ധ, അവരുടെ പഠനത്തിൽ അവർ അല്പം ശ്രദ്ധ കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് അവരുടെ മാർക്ക് കുറഞ്ഞു പോയത് എന്ന്. ഇത് രണ്ടല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡിൽ വരുന്ന സംഭവങ്ങള്? കറക്റ്റ് ആണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ഈ KG-യിലേക്കോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കോ പോകുന്ന ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ലെറ്റർ എന്നോ ഏതാണ് ആ ലെറ്ററിന്റെ ഡിസൈൻ എന്നോ മോഡൽ എന്നോ ഏതാണോ കളർ എന്നോ ഒന്നും അറിയാത്ത ഒരു ശൂന്യതയിൽ നിന്നും അവർ KG-യിലേക്കോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കോ വന്ന് അവരുടെ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടിക്കുള്ള അതേ ടഫ് തന്നെയല്ലേ KG-യിലുള്ള മക്കൾക്കും? അതെ. അപ്പൊ നമുക്കല്ലേ ഈ ഒരു സംഭവിച്ചത്, നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചു വന്നത് കൊണ്ടാണ് നമുക്കിത് ഇത്രയും എളുപ്പമായി തോന്നുന്നത് അല്ലേ? എന്നാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് ആ കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിലോ ഇനി ആ കുട്ടി ഡിഗ്രിയിലാണെങ്കിലോ ആ കുട്ടി KG-യിലാണെങ്കിലോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് എല്ലാ മേഖലയും സെയിം ആണല്ലേ? കുട്ടിക്ക് ഇതെല്ലാം സെയിം ആണെങ്കിൽ പോലും നമ്മൾ അവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്താണ് അവർക്ക് കുറച്ച് കളി കൂടിയത് കൊണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കുട്ടി KG-യിലുള്ള സമയത്താണോ കൂടുതൽ കളിച്ച് നടന്നത് അതല്ലെങ്കിൽ മുതിർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയപ്പോഴാണോ? KG-യിലുള്ളപ്പോൾ. KG-യിലുള്ള സമയത്ത് അവർ കൂടുതൽ കളിച്ച് നടക്കുകയും അവർക്ക് ഒരു ലെറ്റർ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു ടൈമിൽ പോലും അവർ അത്രയും സ്കോർ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് അവർ തോൽക്കുകയോ അതല്ലെങ്കിൽ മാർക്ക് കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റീസൺസ് എന്തായിരിക്കാം? പാരന്റ്സിന്റെ. നമ്മളുടെ കുറഞ്ഞതല്ലേ, നമ്മളുടെ ശ്രദ്ധ കുറഞ്ഞതല്ലേ ശരിക്കും? യെസ്. അപ്പൊ നമ്മളുടെ അറ്റൻഷൻ കുറഞ്ഞത് കൊണ്ടാണ് ഒരു 75% കുട്ടികളിലും മാർക്ക് കുറയാനുള്ള ഒരു ചാൻസിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അവർക്ക് മുതിർന്ന കുട്ടികളുടെ കൂടെ കൂടി അവരുടെ കളിയിലാണ്, പഠനത്തിൽ ശ്രദ്ധയില്ല എന്നുള്ളത്. എന്നാൽ പഠനത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് പഠനത്തിൽ താല്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. KG-യിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഡേയിൽ സ്കൂളിൽ പോകുന്ന ഒരു ഇൻട്രസ്റ്റും അതേപോലെ ഒരു 10ാം ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ഡേയിൽ പോകുന്ന ഒരു കുട്ടിയുടെ താല്പര്യവും നോക്കുകയാണെങ്കിൽ രണ്ട് കുട്ടിക്കും സെയിം ആണോ? സ്കൂൾ ജീവിതം തുടങ്ങുന്ന ആ സ്റ്റാർട്ടിംഗ് ഡേയിൽ ഉണ്ടാവുന്ന അവരുടെ ക്യൂരിയോസിറ്റി സെയിം ആണോ? പല കുട്ടികളും പല രീതിയിലാണ്. ഇപ്പൊ എന്റെ മകളെ സംബന്ധിച്ചിടത്തോളം എന്താ തുറക്കാന്നുള്ള ആ ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പകുതിയിൽ കൂടുതൽ കുട്ടികളിലും എന്തായിരിക്കാം ഒരു KG-യിൽ അവരുടെ ഫസ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പോകുന്ന അതേ ഒരു ക്യൂരിയോസിറ്റി അല്ലേ? അപ്പൊ അവർക്ക് അവിടെ ഓൾറെഡി എന്താണ് ഓരോ അക്കാദമിക്കൽ ഇയർ തുടങ്ങുമ്പോഴും എന്താണ് എന്നുള്ളൊരു കാൽക്കുലേഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ എന്താവുകയാണ് അവർക്ക് പിന്നീട് ആ അക്കാദമിക്കൽ ഇയറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ ഉണ്ടായ അതേ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി അവരങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ KG-യിലേക്കോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കോ അവരുടെ ഫസ്റ്റ് ആയിട്ടുള്ള അവരുടെ അക്കാദമിക്കൽ സ്റ്റാർട്ട് ചെയ്യണ ഒരു ടൈം ആണെങ്കിൽ അവർ അവരുടെ മുതിർന്ന ഇക്കാക്കന്മാരെയോ അതല്ലെങ്കിൽ നെയ്ബേഴ്സിനെയോ
അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കാണുന്നത് മാത്രമാണ് അല്ലെ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ബാഗ് കൊണ്ടുപോവുക, പുസ്തകങ്ങൾ എടുക്കുക, പേന എടുക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും ഇതെല്ലാം കിട്ടും, എനിക്കും ഇതെല്ലാം ഉപയോഗിച്ച് ഒന്ന് പുറത്തിറങ്ങി പോവാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു താല്പര്യവും, അതോടൊപ്പം പഠിക്കുക എന്നുള്ളത് എന്താവുകയാണ്, അവിടെ കുട്ടി താല്പര്യത്തോട് കൂടിയിട്ടാണ് പോകുന്നുള്ളത് അല്ലെ. അവിടെ ഒരു KG കുട്ടി പോകുമ്പോൾ എനിക്ക് പഠിക്കണം എന്നുള്ള ഇഷ്ടത്തോട് കൂടിയിട്ടാണ് പോകുന്നുള്ളത്. പിന്നീട് കുട്ടി ഒരു 4th സ്റ്റാൻഡേർഡൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടിയുടെ പഠനം എന്ന് പറയുന്നുള്ളത് കുട്ടിയുടെ ആവശ്യത്തിൽ നിന്നും നമ്മളുടെ ആവശ്യമായി മാറുകയാണ്. ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞത്? കറക്റ്റ് ആണ്. അപ്പൊ കുട്ടി പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമായി എന്ന് മാറുന്നുവോ അതോട് കൂടിയിട്ട് കുട്ടിയുടെ പഠനത്തിൽ നിന്ന് കുട്ടി പുറകിലേക്കാവാൻ ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ കുട്ടികളുടെയും ബ്രെയിൻ കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റി ഒന്നും സെയിം ആയിരിക്കില്ല. ഓരോ കുട്ടികൾക്കും ഡിഫറെന്റ് ആയിരിക്കാം. ഓരോ കുട്ടിയും പഠിക്കുക എന്ന് പറയുമ്പോൾ നാം വിചാരിച്ചിരിക്കുന്ന നമ്മളുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നുള്ളത് അവിടെ ആ കുട്ടിക്ക് സ്കൂൾ തലത്തിൽ നിന്നും, അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും കുറച്ച് സബ്ജക്റ്റുകൾ ഉണ്ടാവാം. ആ കുറച്ച് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ആ ഓരോ സബ്ജക്റ്റിന്റെയും ആ പുസ്തകത്തിന്റെ ഫസ്റ്റിലോ ബാക്കിലോ നമുക്ക് കാണാം ഇന്ന ആളാണ് ഈ പുസ്തകം ക്രിയേറ്റ് ചെയ്തത്, ഇന്ന വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയത് എന്നല്ലേ. ആ പുസ്തകം ഏതോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തോന്നിയ ഒരു ചിന്തയോട് കൂടിയിട്ട്, ആ ഒരു വ്യക്തിയുടെ തോട്ടോട് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പുസ്തകത്തെ, ശരിക്കും പറയുകയാണെങ്കിൽ ഏത് വ്യക്തിയാണോ ആ പുസ്തകം എഴുതിയത് അവരുടെ ഒരു അറിവ് വെച്ചിട്ട്, അല്ലെ, അവരുടെ ഒരു ചിന്താഗതി വെച്ചിട്ട്, അവർക്കുള്ള നോളജ് വെച്ചിട്ട് അവർ എഴുതി വെച്ച സംഭവങ്ങളെ മാത്രം എന്താ ചെയ്യാണ് നമ്മുടെ കുട്ടികള് ബൈഹാർട്ട് ആക്കുകയാണ്, നമ്മുടെ കുട്ടികളെ പഠിക്കുകയാണ്, പഠിച്ചിട്ട് അവർ മാർക്ക് സ്കോർ ചെയ്യാണ്. എന്നാൽ അക്കാദമിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അക്കാദമിക്കലി എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ കിട്ടിയാൽ പോലും ചിലപ്പോൾ ആ കുട്ടി ഭാവിയിൽ ആ കുട്ടിയുടെ ലൈഫ് അത്രമാത്രം കളറാക്കി കൊള്ളാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. ഒരു 25% മാത്രമേ കുട്ടിയുടെ കരിയറിലേക്ക്, ഭാവി ബിൽഡ് ചെയ്യുന്നതിലേക്ക് അക്കാദമിക്കലിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നുള്ളത് കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ കിട്ടുക, എല്ലാത്തിലും ഹൈ സ്കോർ വാങ്ങുക എന്നുള്ളത് കുട്ടിയുടെ ഭാവി ജീവിതത്തെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവം ആണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടികളും യുണീക്കാണ്, ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. ചില കുട്ടികൾക്ക് അക്കാദമിക്കലി ഉയർന്ന മാർക്ക് സ്കോർ വാങ്ങിയാൽ ആ കുട്ടി ചിലപ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ തിളങ്ങിയേക്കാം. എന്നാൽ ഒരു ക്ലാസ് റൂമിൽ ചിലപ്പോൾ ഒരു 30ഓ 40ഓ അതല്ലെങ്കിൽ ഒരു 25ഓ കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഈ എല്ലാ കുട്ടികളും പഠിക്കുന്നുള്ളത് സെയിം സബ്ജക്റ്റ് ആണ്. സെയിം സബ്ജക്റ്റ് ഒരേപോലെ അങ്ങോട്ട് ബൈഹാർട്ടാക്കി പഠിക്കുകയാണെങ്കിൽ എല്ലാ മക്കൾക്കും ഫുള്ളി A+ കിട്ടിയേക്കാം. നമ്മളിപ്പോ കാണുന്നുണ്ട് എന്താണ്, ഓരോ സ്കൂളിലും 100% വിജയം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എന്നാൽ ഈ 100% വിജയം വരിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്, അതല്ല എന്നല്ല. എന്നാൽ ഈ 100 കുട്ടികളെയും ഒരേപോലെ വിജയിപ്പിക്കുക എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, അത് ശരിക്കും കഴിവല്ല, കഴിവുകേടാണ് എന്നുള്ളതാണ്. കാരണം ഓരോ കുട്ടികളും യുണീക്കാണ്. യുണീക്കായ ഓരോ മക്കൾക്കും ഒരേ സബ്ജക്റ്റ് ഒരേപോലെ പഠിപ്പിച്ചാൽ അവർക്കെല്ലാവർക്കും ഒരേ മാർക്ക് സ്കോർ വാങ്ങാൻ വേണ്ടി പറ്റും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടില് ഒരു 5ഓ 6ഓ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ജോലി കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? നമുക്ക് അക്കാദമിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക ഉയർന്ന നിലവാരത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷെ അക്കാദമിക്കലി ഉയർന്ന നിലവാരം എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ നിലവാരം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് ഓരോ പോസ്റ്റിനും അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മളുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഉയർന്ന ജോലി സാധ്യത എന്നുള്ളത് അക്കാദമിക്കലി നല്ല മാർക്ക് സ്കോർ വാങ്ങിയാൽ ഒന്നുകിൽ
ഒരു എഞ്ചിനീയറോ ഡോക്ടറോ വക്കീലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കരിയർ പോസ്റ്റിലോ അങ്ങനെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കാം. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു റോഡ് പണിയെടുക്കണം ഒരു വ്യക്തി, ഒരു റോഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ എന്താ പറയാ, ഒരു കിണർ നിർമ്മിക്കുന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുന്ന ഒരു വ്യക്തി. നമ്മളുടെ മക്കൾ പഠിച്ച് ഏതേലും ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് എത്തുകയാണെങ്കിൽ നാം നമ്മുടെ മക്കളെ ഇത്തരം ജോലികളിലേക്ക് പറഞ്ഞേക്കാൻ നമ്മുടെ മെന്റാലിറ്റി സമ്മതിക്കുമോ? അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ അതിലേക്ക് പോവോ? ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ വിചാരിക്കുകയാണ് അതിന് സ്ഥാനം കുറവാണ്, എന്നാൽ ഇവിടെ സ്ഥാനം കൂടുതൽ ഇത്രയും അക്കാദമിക്കലി കൂടുതലുള്ളതിലാണ് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ചിലപ്പോൾ ഉയർന്ന ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങി, ചിലപ്പോൾ നമ്മൾ വലിയൊരു കാർ കമ്പനിയോ അതേതെങ്കിലും തുടങ്ങി നമ്മൾ നല്ല സ്പെഷ്യലൈസ് ചെയ്തിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാറൊക്കെ പുറത്തിറക്കിന്നിരിക്കട്ടെ. ഈ കാർ ഒന്ന് സ്മൂത്തായി ഓടിച്ചു കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായ റോഡ് വേണ്ടേ? റെസ്പോണ്ട് ചെയ്യൂ. വേണം. എല്ലാവരും ഒരേ മേഖലയിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു റോഡ് പണി ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാനോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൃഷി നടത്താനോ അത്തരം മേഖലയിൽ നമുക്ക് ആളുകൾ ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയിലും എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത് അവരുടെ കഴിവിനെ വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം മുമ്പിലോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതിലേക്ക് നമ്മൾ നമ്മുടെ മക്കളിലേക്ക് ആ രീതിയിലേക്കുള്ള സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ഏത് ജോലിക്കും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇനി വലിയൊരു അക്കാദമിക്കലി എത്തിയാൽ മാത്രമല്ല, ആ അക്കാദമിക്കലി എത്തിയ ആ ഒരു പോസ്റ്റിലേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴ്ന്ന നിലവാരം എന്ന് നമ്മൾ പറയപ്പെടുന്ന ആ ഒരു വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം നാം നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന കാഴ്ചപ്പാടിൽ ഇരിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്. കാരണം അവർ അവിടെ ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇന്നിപ്പോൾ അൽഹംദുലില്ലാ മനോഹരമായ ഒരു വീടിന്റെ അകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുമോ ഇത്തരം ഒരു വീട് നിർമ്മിക്കാൻ? നാം അവരെ ഓർക്കുന്നുണ്ടോ? അവരെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണം തേടി നാം നമ്മുടെ വീടിനകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാൻ, നമ്മൾ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കാൻ പാവങ്ങളായ എത്രമാത്രം വ്യക്തികൾ അതിന്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളുടെ അക്കാദമിക്കിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്കുള്ള പഠിക്കാനുള്ള കഴിവുകൾ എവിടെയാണെന്ന് നോക്കുക, അവർക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയത്തിലേക്ക് മാത്രം കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അവരുടെ മേഖല ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് ആ മേഖലയിലേക്ക് വേണ്ട. ചിലപ്പോൾ നമ്മുടെ മക്കൾ വരക്കാൻ നല്ല ഇഷ്ടമുള്ളവരായിരിക്കാം, ചിലപ്പോൾ പാടാൻ ഇഷ്ടമുള്ളവരായിരിക്കാം, ചിലപ്പോൾ സ്പോർട്സിന് നല്ല കഴിവുള്ളവരായിരിക്കാം. അങ്ങനെ അവരുടെ താല്പര്യം ഏതാണെന്നത് നോക്കിയിട്ട് അവിടത്തേക്കാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ഉയർന്നു വരും. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ KG പോകുന്ന ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം എന്ന് പറയുന്നത് രണ്ടക്ഷരം വായിക്കാൻ വേണ്ടി പഠിക്കുക, മറ്റുള്ളവരെ പോലെ ഒന്ന് എഴുതുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അവർക്കല്ലാതെ വേറെ സ്വപ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് അവർ ആ KG സെഷനിലോ അതല്ലെങ്കിൽ ഒരു 4th സ്റ്റാൻഡേർഡ് വരെ അവർക്ക് പഠിക്കാൻ പോകുന്നത് അത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ്. എന്നാൽ അവർക്ക് വേണ്ടത് അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത മേഖലയിലേക്ക് മാറുമ്പോഴാണ് അവർക്ക് വേണ്ടതല്ലാത്ത രീതിയിൽ അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ നോർമലി പഠനത്തിൽ നിന്ന് പുറകിലോട്ടേക്ക് പോയി പോകുന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും നമ്മളൊരു പാരന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ മക്കളെ അവർക്ക് ഏത് രീതിയിലാണോ അവർക്ക് പഠനം ആവശ്യമായിട്ടുള്ളത് ആ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുക്കാനും ആ രീതിയിലുള്ള വളർച്ചയിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരാനും വേണ്ടി പറ്റട്ടെ. അതിനപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഏതെങ്കിലും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഏതൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഫ്രണ്ട് സൈഡിലായിട്ട് കുറച്ച് ചെയറുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടാവും. ആർക്ക് വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ റിസർവ് ചെയ്തിരിക്കുക? മെയിൻ ഗസ്റ്റിന്, അല്ലെങ്കിൽ ഒന്നുകിൽ മെയിൻ ഗസ്റ്റിന്, അതല്ലെങ്കിൽ നമുക്ക് അതാണ് നമ്മളുടെ ഒരു പ്രോഗ്രാമിൽ അത്രയും വിശിഷ്ടമാക്കപ്പെട്ട അതിഥികൾ എന്ന് നമ്മൾ ക്ഷണിക്കപ്പെട്ട ആ വിശിഷ്ട അതിഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സീറ്റുകൾ അവിടെ
അത്രയും കെയർ ചെയ്ത് വെച്ചിരിക്കും അല്ലെ, റിസർവ് ചെയ്തിരിക്കും അല്ലെ. എന്നാൽ ഇവിടെ ഓരോ വ്യക്തികൾക്കും ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നാം നമ്മുടെ രീതിയിലേക്ക്, നമ്മുടെ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നാം ഒന്ന് പള്ളിയിലേക്ക് പോവാം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തായിട്ട്, നമുക്കല്ല, ലേഡീസിനല്ല, പുരുഷന്മാരിലേക്ക് നോക്കാം. അവര് പള്ളിയിലേക്ക് ജമാഅത്തിന് പോണ സമയത്ത് അവിടെ ഫസ്റ്റ് വൺ അത് ഫ്രണ്ടിൽ ഇമാം ഉണ്ടാവാം അല്ലെ. എന്നിട്ട് ഇമാമിന്റെ തൊട്ട് പിന്നാലെ പോകുന്നുള്ളത് നിസ്കാരത്തിന്റെ സെക്കൻഡ് വൺ അവിടെ എത്തിയിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റോഡ് പണിയെടുക്കുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂലി വേല ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് സെക്കൻഡ് വൺ പോയതാണെങ്കിൽ അവിടെ അവർ പുറകിലായിരിക്കും ഉണ്ടാവുക, ഇമാമിന്റെ തൊട്ട് പുറകിൽ ഫസ്റ്റ് സഫിലായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സഫിലുണ്ടാവും. അവർ ബസ് അങ്ങനെയാണെങ്കിൽ അവിടെ നിസ്കാരമാണ്, എന്റെ തൊട്ട് പിന്നാലെ എന്റെ ഓണർ വരാനുണ്ട്, എന്റെ മുതലാളി വരാനുണ്ട്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവിടെ സീറ്റ് മാറ്റി വെക്കപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നമ്മളെ ഹജ്ജും അതുപോലെ തന്നെയല്ലേ, ഹജ്ജ് ഉംറയൊക്കെ. അതെ, ഹജ്ജ് ഉംറ അതൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഹജ്ജും ഉംറയും നമ്മൾക്ക് എന്തെങ്കിലും പോയാൽ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാ ദിവസവും നമ്മൾക്ക് എത്തുന്ന 5 വഖത്ത് നിസ്കാരത്തിലും ജമാഅത്തിലേക്ക് പള്ളിയിൽ എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാം, അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തില്ല, അവിടെ നമുക്ക് സ്ഥാനമാനങ്ങൾക്ക് വാല്യൂ ഇല്ല. അപ്പൊ എല്ലാവരും എന്താണ്, തുല്യതയാണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോരുത്തർക്കും തുല്യതയാണ്. അവിടെ ചെറുതെന്നോ വലുതെന്നോ എന്തില്ല, സ്ഥാനമാനങ്ങൾ ഇല്ല എന്നുള്ളത്. അപ്പൊ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നാം നമുക്കൊരു സ്ഥാനമാനം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വെറും നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ചിന്താഗതി മാത്രമാണ്. അവിടെ നമ്മൾ ഒരു സ്ഥാനമാനം എന്നുള്ളത് ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് കാണാതെ, ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന, എത്രമാത്രം നമ്മൾ വളരുന്നുവോ അത്രയും താഴ്മയോട് കൂടിയിട്ട്, അത്രയും വളരും തോറും നമ്മൾ എളിമയോട് കൂടി താഴ്മയോട് കൂടിയിട്ട് നമ്മൾ ഒരു നല്ല വ്യക്തിയായി മാറാം എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മളും നമ്മുടെ മക്കളെയും എല്ലാവരെയും നമുക്ക് എത്തിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് വൺ ചെറിയൊരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാം. നമ്മളിപ്പോ വിചാരിക്കുകയാണ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കഴിവുകൾ അനുസരിച്ചിട്ടാണ് അവരുടെ സ്ഥാനമാനങ്ങൾ ഉള്ളത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറയണ്ടായി, ഓരോ വ്യക്തികളും യുണീക്കാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ഉള്ളത് എന്നുള്ളത്. നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വൺ ഒരു കാടില് മൃഗങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ഒരു മത്സരമാണ്. മത്സരം എന്ന് പറഞ്ഞാൽ വലിയൊരു വൃക്ഷം കയറാണ് മത്സരം. വലിയൊരു വൃക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ മത്സരം. അതിൽ എല്ലാ മൃഗങ്ങളുണ്ട്, ആനയുണ്ട്, സിംഹമുണ്ട്, കടുവയുണ്ട്, പിന്നെയോ കുരങ്ങനുണ്ട്, എല്ലാവിധ പക്ഷികളുണ്ട്, എല്ലാവരും ഉണ്ട് മത്സരത്തിൽ. മത്സരം സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുക? കുരങ്ങനിക്ക് ഫസ്റ്റ് കിട്ടുന്നതിനും അപ്പുറം ബേർഡിനായിരിക്കാം. കാരണം കുരങ്ങ് താഴെ നിന്ന് പോയി കയറുന്നതിലപ്പുറം അതിന്റെ ഏറ്റവും ഉയർന്ന ചില്ലയിൽ പോയിട്ട് ആയിരിക്കും ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ? ബേർഡിനല്ലേ. അപ്പൊ അവിടെ നമ്മൾ കാട്ടിലെ രാജാവാണ്, അത്രയും പവർ ഉള്ളതാണ് എന്ന് പറഞ്ഞ് ഈ മത്സരം വെച്ചപ്പോൾ ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത്? മത്സരം ഇതായത് കൊണ്ട് ഫസ്റ്റ് കിട്ടിയത് ബേർഡിനായിരിക്കാം. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ മേഖലയിൽ തിളങ്ങാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആ മേഖലയിൽ അവർ തിളങ്ങുകയും ആ മേഖലയിൽ അവർ കളർഫുൾ ആക്കുകയും അവിടെ അവർ അവരുടെ കഴിവ് തെളിയിച്ച് അവർ സക്സസിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി, ഏത് വിഷയത്തിലാണോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് നോക്കി സോറി, ഞാനതേ ഓൾ മ്യൂട്ട് അടിച്ചതേ, ഞാനും കൂടി മ്യൂട്ടായി എന്നുള്ളത് നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ മറ്റേ ഡിവൈസിൽ നിന്നാണല്ലോ വോയിസ് വരുന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ അവരുടെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ എവിടെയാന്നുള്ളത് നോക്കി അവരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട്
അവർക്ക് ഏത് ഭാഗത്താണോ അവർക്ക് കഴിവുള്ളത്, അവരുടെ സ്കിൽ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാനും അവർക്ക് ഓരോ ദിവസങ്ങളിലും അവരുടെ പഠന നിലവാരം നോക്കിക്കൊണ്ട് അവർക്ക് ഫുള്ളി ഒരു സപ്പോർട്ട് കൊടുക്കാനും നമുക്ക് പറ്റട്ടെ ഇൻഷാ അള്ളാ. ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു സപ്പോർട്ട് ആവാൻ വേണ്ടി പറ്റും എന്നാണ് വിചാരിക്കുന്നുള്ളത്. എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ലിങ്ക് ഇപ്പൊ കട്ടാവും. പ്രോസസ്സിലേക്ക് വന്നാൽ ലിങ്ക് കട്ടാവും. ലിങ്ക് കട്ടാവാനായിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? കേൾക്കുന്നില്ലേ? അൺമ്യൂട്ടാക്കി പറഞ്ഞോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓരോ കുട്ടികൾക്കും ഇൻഷാ അവരെ അല്ലാ. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതിനെക്കാട്ടി അവർക്ക് താല്പര്യമുള്ളത് ചെയ്യുമ്പോഴല്ലേ സക്സസ് ആകാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ ഇൻഷാ അല്ലാ അതുപോലെ അവരുടെ ചിലപ്പോ നല്ല വരക്കുന്ന മക്കളായിരിക്കാം. അവരുടെ വരയിൽ തന്നെ ഉണ്ടാവാം ഒരുപാട് മെസ്സേജ്. നമുക്കത് അറിയില്ല. നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും എന്താണ് ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഓരോ ചിത്രങ്ങൾക്കും അത്രയും അർത്ഥം ഉണ്ടാവാം അല്ലെ? ചിത്രങ്ങൾ കൊണ്ട് മാത്രം മെസ്സേജസ് കൈമാറുന്നുണ്ടാവാം. ഫുൾ എ പ്ലസിലൊന്നും ആദ്യം ഒരു ഇതുള്ള ആളല്ല ഞാൻ. കുട്ടികളെ കഴിവിനനുസരിച്ച് എന്താ വെച്ചാ അതന്നെ നമുക്ക് താല്പര്യം. ഫുൾ ഇൻഷാ എ അല്ലാ. പ്ലസ് അപ്പൊ നമുക്ക് നമ്മുടെ മക്കളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാ അങ്ങനെ അവരുടെ അക്കാദമിക്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റട്ടെ. ഓരോ ദിവസങ്ങളും അവർക്ക് വേണ്ട രീതിയിൽ. അതുപോലെ നമ്മുടെ ക്യാമ്പിൽ കുട്ടികൾക്ക് അതിന് എക്സ്ട്രാ ആയിട്ട് എങ്ങനെയാണെന്നൊക്കെയുള്ള വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഇൻഷാ അല്ലാ നമുക്ക് ഓൺലൈനായിട്ട് ഇരിക്കുന്ന ക്യാമ്പ് സ്കൂൾ തുറന്നാലും നൈറ്റിലൊക്കെ ആയി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും 3rd ബാച്ച് ക്യാമ്പ് ആരംഭിക്കാൻ കുഴപ്പമില്ല. ഇപ്പൊ അൽഹംദുലില്ലാ 2nd ബാച്ച് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നുണ്ട്. അപ്പം ക്യാമ്പിലുള്ള മിസ്സയുടെ ഉമ്മയാണല്ലോ ഇപ്പൊ സംസാരിച്ചതല്ലേ? യെസ്. എന്താണ് ക്യാമ്പിന്റെ ഫീലിംഗ്? മോളൊക്കെ ആണോ? മോളൊക്കെയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇന്നലെ ഒക്കെ ലിസ്റ്റ് മാമിനെ അയച്ചിരുന്നില്ല, സെൻഡ് ചെയ്തില്ലേ? സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് എഴുതി വെച്ചിരുന്നു. ഇപ്പൊ കറക്റ്റ് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ആ, അൽഹംദുലില്ലാ. ഉണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ വർക്കുകൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോവാം. ഒരു 21 ഡേയ്സ് ഇൻഷാല്ല നമ്മൾ ഫോളോയിൽ ഉണ്ടാവും. അവളെ അതുപോലെ ഇന്ന് ഞാൻ രാത്രി ണ്ട് ഇൻഷാല്ലാ. ഞാൻ എഴുതി വെച്ച് ഇങ്ങനെയൊക്കെ നമ്മള് കാര്യം. അപ്പൊ നമുക്ക് ഈസിയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ കറക്റ്റ്. അപ്പൊ എല്ലാത്തിനും ടൈം ഉണ്ടാവും. അതെ കറക്റ്റ് അതെ ആണ്. തീർച്ചയായും. ഇൻഷാല്ലാ. ഓക്കെ അപ്പൊ ഇൻഷാല്ല അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മളെ ലിങ്ക് ഇപ്പൊ കട്ടാവും. ഓക്കെ അപ്പൊ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. നമുക്ക് നാളെ സെയിം ടൈമിൽ തന്നെ ആയിരിക്കട്ടെ. ഇന്ന് ഞാൻ ടൈം മാറ്റിയത് എനിക്ക് വേറൊരു ജസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായത്. നാളെ എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ 6 മണിക്ക് തന്നെ ആയിരിക്കും. ഓക്കെ. ഇൻഷാല്ലാ. ഓക്കെ അപ്പൊ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. അല്ലാ.